ശബരിമലയിൽ അരവണ വിതരണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അരവണയിൽ ചേർത്ത ഏലക്കയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സന്നിധാനത്തെ ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം ഉറപ്പുവരുത്തണം. പുതിയ അരവണ ഉണ്ടാക്കുമ്പോൾ കീടനാശിനി ഇല്ലാത്ത ഏലക്ക ഉപയോഗിക്കണമെന്നും ഇക്കാര്യം തിരുവനന്തപുരം സർക്കാർ ലാബിൽ പരിശോധന നടത്തി ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ചിന്റേതാണ് വിധി. അരവണയുടെ വിതരണം നിർത്തിവെച്ചുവെന്ന് സന്നിധാനത്തെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഹാനികരമായ ഈ ഏലക്ക ഒഴിവാക്കിയോ മറ്റു ഗുണമേന്മയുള്ള ഏലക്ക ഉപയോഗിച്ചോ വേറെ അരവണ തയ്യാറാക്കി വിൽക്കാൻ ഈ ഉത്തരവ് തടസ്സമല്ല. പുതിയ അരവണ ഉണ്ടാക്കുമ്പോൾ കീടനാശിനിയില്ലാത്ത ഏലക്കയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ശബരിമലയിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ വീണ്ടും അരവണ സാമ്പിൾ തിരുവനന്തപുരത്തെ അനലിറ്റിക്കൽ ലാബിലേക്ക് അയക്കണമെന്നും റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്ത് കുഴപ്പമുണ്ടായാലും ഏലക്ക വിതരണം ചെയ്യുന്ന കരാറുകാരനും അതിൽ ബാധ്യസ്ഥരായിരിക്കുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. ഇത് പ്രതിരോധിക്കണം. ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വമുണ്ട്. കുഴിമന്തി വിഷബാധയും ഹൈക്കോടതി പരാമർശിച്ചു. ശബരിമല അരവണയിലെ ഏലക്ക ഭക്ഷ്യയോഗ്യമല്ലെന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയത്. അനുവദനീയമായ പരിധിയിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുള്ള ഏലക്ക ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഏലക്കയിൽ കണ്ടെത്തിയത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 14 കീടനാശിനികളുടെ സാന്നിധ്യമെന്നും FSSAIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഏലക്കയിൽ കീടനാശിനി അംശം അളവിൽ കൂടുതൽ കണ്ടെത്തിയതിനെ തുടർന്ന് ശബരിമലയിൽ അരവണ വിതരണം നിർത്തിവെച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 6 ലക്ഷം ടിൻ അരവണ വിൽക്കാനാവില്ല. ഏലക്ക ചേർക്കാതെ അരവണ നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്നും ഉടൻ വിതരണം ആരംഭിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ അറിയിച്ചു. ഇപ്പോ കോടതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്നിപ്പോ അരവണയുടെ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. നിർമ്മിച്ച അരവണയൊക്കെ തന്നെ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. മെഷീനറി എല്ലാം കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏലക്കയില്ലാത്ത അരവണ ഉൽപ്പാദിപ്പിച്ച് നാളെ മുതൽ ഭക്തജനങ്ങൾക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനിയും ജൈവ ഏലക്ക ലഭ്യമാകും എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭ്യമാക്കാനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഒരുക്കും. മൂന്ന് ദിവസക്കാലമാണ് ഇനി നമുക്ക് 11, 12, 13, 14 3 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ, 4 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ബഫർ സോൺ വിധിയുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. വിധിയിൽ വ്യക്തത തേടിയുള്ള ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും കർഷക സംഘടനകളുടെയും ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കും. കേരളത്തിലെ 22 സംരക്ഷിത മേഖലകൾക്ക് ഇളവ് നൽകണമെന്ന് കേരളവും ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇളവുകൾ നൽകുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് ആശ്വാസകരമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. സുപ്രീംകോടതിയുടെ നിലപാടിൽ പ്രതീക്ഷയുണ്ട്. ഇന്നലെ വരെ 76,000 പരാതികൾ ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കോടതി മുമ്പാകെ സമർപ്പിച്ച ഹർജികൾ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുകയുണ്ടായി. ആ പരിഗണിക്കുന്ന ഘട്ടത്തിൽ 2 അപേക്ഷകളും ഒരുമിച്ച് പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം സാധാരണ കാണാത്ത വിധത്തിൽ ഇളവുകൾ നൽകുന്ന കാര്യം പരിഗണിക്കും എന്നുകൂടി ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. CPM കൌൺസിലർ A ഷാനവാസിന്റെ വാഹനത്തിലെ ലഹരിക്കടത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയിലും ചേരിതിരിവ്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ കേസിൽ ഷാനവാസിനെ പുറത്താക്കണമെന്ന നിലപാട് ജില്ലാ സെക്രട്ടറി R നാസർ സ്വീകരിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രം മതിയെന്ന് സജി ചെറിയാൻ അനുകൂല വിഭാഗം സെക്രട്ടേറിയറ്റിൽ നിലപാടെടുത്തു. ഇവർ അന്വേഷണ കമ്മീഷന്റെ ഭാഗമാണെന്നതും പ്രാദേശിക പാർട്ടി പ്രവർത്തകരിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. കേസിൽ ഷാനവാസിനെതിരെ തെളിവില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ നേതൃത്വം സസ്പെൻഷനിൽ നടപടി ഒതുക്കിയതിൽ ജില്ലയിലെ സാധാരണ പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ലഹരിക്കടത്തിൽ ഷാനവാസിന് പങ്കുള്ളതായി തെളിവില്ലെന്നും പക്ഷേ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ പുലർത്തേണ്ട ജാഗ്രത പുലർത്തിയില്ല ഈ കാര്യത്തിൽ.
എന്നതുകൊണ്ടാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് തീരുമാനിച്ചത്. അത്ര ഒരു നടപടി ഈ കേരളത്തിൽ ഒറ്റ പാർട്ടിക്ക് എടുക്കാൻ കഴിയും, അത് CPM മാത്രമാണ്. ആരോപണ വിധേയനായ ഷാനവാസ് ആലപ്പുഴയിൽ സജി ചെറിയാൻ വിഭാഗത്തിന്റെ നഗരത്തിലെ പ്രധാന പ്രവർത്തകനാണ്. ജനമധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ ഷാനവാസിനെ പുറത്താക്കണമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ സെക്രട്ടേറിയറ്റിലെ നിലപാട്. നിരന്തരം പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നയാളെ ഇനിയും വെച്ചു പൊറിപ്പിക്കരുതെന്നും യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ നേരിട്ട് ഷാനവാസിനെ സംരക്ഷിക്കാൻ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും സജിയെ അനുകൂലിക്കുന്ന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഒന്നടങ്കം ജില്ലാ സെക്രട്ടറിയെ എതിർത്തു. നിലവിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കുന്നതിനുള്ള നടപടി മാത്രം മതിയെന്നായിരുന്നു സജി ചെറിയാന്റെ PS മനു C. പുളിക്കൽ, H. സലാം MLA, G. രാജമ്മ, KH. ബാബുജാൻ, G. വേണുഗോപാൽ, A. മഹേന്ദ്രൻ എന്നിവരുടെ നിലപാട്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടും അംഗീകരിക്കപ്പെട്ടില്ല. ഇതോടെ നടപടി സസ്പെൻഷനിൽ ചുരുങ്ങി. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി മതിയെന്ന നിലപാടിൽ സെക്രട്ടേറിയറ്റ് അവസാനിപ്പിക്കുകയായിരുന്നു. പാർട്ടി നിയോഗിച്ച കമ്മീഷനിലുള്ള അംഗങ്ങളിൽ ഭൂരിഭാഗവും സെക്രട്ടേറിയറ്റിൽ ഷാനവാസിനെ പിന്തുണച്ചവരാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഗുണം ചെയ്യില്ലെന്ന നിലപാടാണ് കീഴ്ഘടകങ്ങൾക്കുള്ളത്. വാഹനം വാങ്ങിയ വിവരം പാർട്ടിയെ ധരിപ്പിക്കാത്തതൊഴികെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഷാനവാസ് പറഞ്ഞു. ഞാൻ ഒരു സ്വത്ത് വാങ്ങുമ്പോൾ അത് പാർട്ടിയെ അറിയിക്കേണ്ടതായിരുന്നു. അത് അറിയിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമതായി പാർട്ടി പറഞ്ഞ കുറ്റം. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ വിയോജിപ്പുണ്ടാകാനാണ് സാധ്യത. ന്യൂസ് 18 ആലപ്പുഴ. പ്രാദേശിക തർക്കങ്ങൾ രൂക്ഷമായ കുട്ടനാട്ടിൽ CPM-ൽ കൂട്ടരാജി. ലോക്കൽ കമ്മിറ്റികളും കുട്ടനാട് ഏരിയ കമ്മിറ്റിയും തമ്മിലുള്ള ഭിന്നതയെ തുടർന്ന് പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ 13 അംഗങ്ങൾ ഒന്നിച്ച് രാജി നേതൃത്വത്തിന് കൈമാറി. തലവടി, മുട്ടാർ തുടങ്ങിയ ഇടങ്ങളിലും പ്രവർത്തകർ നേരത്തെ രാജിവെച്ചിരുന്നു. തർക്കത്തെ തുടർന്ന് രാമങ്കരി പഞ്ചായത്ത് ഭരണസമിതി, രാമങ്കരി ലോക്കൽ കമ്മിറ്റിയും 2 തട്ടിലാണിപ്പോൾ. പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ നാളെ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ യോഗം ചേരും. മുഖ്യമന്ത്രിയാകാൻ തയ്യാറെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന കോൺഗ്രസ് MPമാരുടെ പ്രതികരണത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്ന് ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മുന്നറിയിപ്പ് നൽകി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തിൽ നിന്നുള്ള MPമാരാണ് ലോക്സഭയിലേക്ക് തങ്ങൾ മത്സരിക്കാനില്ലെന്ന അസാധാരണ പ്രസ്താവനയുമായി നേതൃത്വത്തെ വിഷമസന്ധിയിലാക്കിയത്. കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉള്ളത്. ശശി തരൂർ ആകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇത് കോൺഗ്രസിന്റെ രീതിയല്ലെന്നായിരുന്നു കേരളത്തിന് ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. Selection of the candidate, so they should go accordingly. TN പ്രതാപനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതും നേതൃത്വം തള്ളുന്നു. Any person, any leader can, he has a choice and he go to the high command, but ultimately decision is with the high command. Who will contest or who will not contest, this decision only can take by ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയാകണമെന്ന് ആർക്കും ആഗ്രഹിക്കാമെന്നായിരുന്നു ഹൈബിയുടെ പ്രതികരണം. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവാമല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല. എനിക്ക് വല്ല കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടനൊന്നും K. സുധാകരനെ മാറ്റില്ലെന്ന സൂചനയും താരിഖ് അൻവർ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിന്റെ മലബാർ പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിന് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുറ്റിച്ചിറ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി നടത്തുന്ന സെമിനാറിൽ തരൂർ പങ്കെടുക്കും. നാളെ വൈകിട്ട് കോഴിക്കോട് എത്തുന്ന തരൂർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KNM പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി തുടങ്ങിയവരെ സന്ദർശിക്കും. DCC അനുമതിയോടെയാണ് കുറ്റിച്ചിറയിലെ സെമിനാർ. തരൂരിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നേതൃത്വത്തിന്റെ വിലക്കും സെമിനാറിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പിന്മാറ്റവും സന്ദർശനം അറിയിച്ചില്ലെന്ന DCCയുടെ പരാതിയുമാണ് ആദ്യഘട്ട പര്യടനത്തെ വിവാദമാക്കിയത്. മഞ്ചേശ്വരം കോഴക്കേസിൽ K. സുരേന്ദ്രൻ 1ാം പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. കേസിൽ K. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരാണ് പ്രതികൾ. സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട്.
മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. സുരേന്ദ്രനെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുരേന്ദ്രന് പുറമെ മഞ്ചേശ്വരത്തെ BJPയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, യുവമോർച്ച സംസ്ഥാന നേതാവായിരുന്ന സുനിൽ നായിക്, Y സുരേഷ്, മണികണ്ഠ റായ്, ലോകേഷ് നോണ്ട എന്നിവരാണ് പ്രതികൾ. കേസിലെ പ്രധാന തെളിവായ സുരേന്ദ്രൻ ഉപയോഗിച്ച സ്മാർട്ട് ഫോൺ കണ്ടെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും ഫോൺ നഷ്ടപ്പെട്ടുവെന്നാണ് സുരേന്ദ്രൻ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാറിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് പേരാമ്പ്ര BJP യോഗത്തിലെ കൂട്ടത്തല്ലും അഴിമതി ആരോപണവും പാർട്ടി അന്വേഷിക്കും. പെട്രോൾ പമ്പ് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പമ്പിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ 1,10,000 രൂപ വാങ്ങിയെന്ന പമ്പ് ഉടമയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. പേരാമ്പ്ര മൂരികുത്തിയിലെ പെട്രോൾ പമ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉടമയിൽ നിന്ന് BJP മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പണം വാങ്ങിയതായി ഒരു വിഭാഗം ആരോപണമുന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കൂട്ടത്തല്ല് നടന്നത്. പമ്പുടമയായ BJP പ്രവർത്തകൻ പ്രജീഷിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. പേരാമ്പ്ര ആര്യ ടൂറിസ്റ്റ് ഹോമിൽ ചേർന്ന യോഗത്തിൽ BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് രജീഷിനുൾപ്പെടെ മർദ്ദനമേറ്റു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ അടക്കമുള്ളവർ യോഗത്തിനെത്തിയിരുന്നു. BJP മണ്ഡലം പ്രസിഡന്റ് രജീഷ്, ശ്രീജിത്ത്, രാഘവൻ എന്നിവർ പണം വാങ്ങിയെന്ന പെട്രോൾ പമ്പുടമ പ്രജീഷിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അത് ആർക്കും പാർട്ടിന്റെ ചുമതലപ്പെട്ട ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എൻ്റെ പമ്പിലെ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജീഷ് സീത്ത് പൈസയായിട്ട് ഇറങ്ങിപ്പോകുന്നത് ക്യാമറേൻ്റെ അത് കറക്റ്റ് ഉണ്ട്. അതിനുശേഷമാണ് PK കൃഷ്ണദാസിന്റെ പേരാമ്പ്ര പരിപാടിയിൽ നിന്ന് റെസീറ്റ് ഇല്ലാണ്ട് 25,000 ഇപ്പോൾ വീണ്ടും വന്ന് വാങ്ങുന്നത്. 25,000 രൂപ പ്രജീഷിൽ നിന്ന് കൈപ്പറ്റിയതിന് രസീത് നൽകിയതായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. സോഷ്യൽ മീഡിയയിൽ കണ്ട അറിവിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയായിട്ട് റിപ്പോർട്ട് തേടി അവര് തന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. ബാക്കി നടക്കുന്ന അഭ്യൂഹങ്ങളെ സംബന്ധിച്ച് പാർട്ടി അന്വേഷിച്ചാലല്ലേ മറുപടി പറയാൻ പറ്റും. പാർട്ടി അവരെ വിളിച്ചു വരുത്തും. അതിന് ബോഡി നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ബോഡിയിലേക്ക് അവരെ വിളിച്ചു വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അല്ല, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെപ്പോലെ ഞാൻ തിരുവനന്തപുരത്താണ്. നിങ്ങളെപ്പോലെ വാർത്ത ഞാനും കണ്ടു. അത് ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഒരു വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കപ്പെടാതെ പോവില്ല. സംഭവം BJP മണ്ഡലം കോർ കമ്മിറ്റി അന്വേഷിക്കും. ന്യൂസ് 18 കോഴിക്കോട്. വധശ്രമ കേസിൽ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന് 10 വർഷം തടവിന് ശിക്ഷിച്ചു. കവരത്തി ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. MP മുഹമ്മദ് ഫൈസലിന്റെ സഹോദരങ്ങളടക്കം 4 പേർക്കാണ് ശിക്ഷ. MPയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. 2009 തെരഞ്ഞെടുപ്പിനിടയിലെ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് സാലിഹിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനാണ് ശിക്ഷ. സംസ്ഥാനത്ത് 33 തടവുകാർക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ. മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശ ഗവർണർക്ക് കൈമാറി. ഭരണഘടനയുടെ 161 അനുച്ഛേദം നൽകുന്ന അധികാരം ഉപയോഗിച്ചാണ് അകാല വിടുതൽ. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ് ശുപാർശ നൽകിയത്. സന്നിധാനം മകരവിളക്കിനായി ഒരുങ്ങുന്നു. ഐതിഹ്യ പെരുമയിൽ എരുമേലി പേട്ടത്തുള്ളലിന് സമാപനം. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ എരുമേലിയിൽ ഭക്തിപുരസരം പേട്ടത്തുള്ളി. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളലോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്നതോടെയാണ് എരുമേലി പേട്ടതുള്ളൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ സംഘം ആദ്യം പേട്ടതുള്ളി. എരുമേലി വാവർ പള്ളിയിലെത്തിയ സംഘത്തെ മഹല്ല് ഭാരവാഹികൾ സ്വീകരിച്ചു. വാവർ സ്വാമിയുടെ പ്രതിനിധിയായി താഴത്ത് വീട്ടിൽ TH ആസാദ് കൂടി ചേർന്നതോടെ മതസൗഹാർദ്ദം ഇഴചേർന്ന വലിയമ്പലത്തിലേക്കുള്ള പേട്ടതുള്ളൽ തുടങ്ങി.
ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങിയത്. പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിലേക്കുള്ള പേട്ടതുള്ളൽ. മതമൈത്രിയിലൂടെ മനുഷ്യരൊന്നാകുന്ന കാഴ്ചയാണ് ഇത്തവണയും എരുമേലി പങ്കുവച്ചത്. കോവിഡിന് ശേഷമുള്ള പേട്ടതുള്ളലിന് 10,000-ങ്ങളാണ് ഇത്തവണ എരുമേലിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 എരുമേലി. മകരവിളക്ക് മഹോത്സവത്തിന് വിപുലമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളുമായി പോലീസ്. എല്ലാ പ്രധാന വ്യൂ പോയിന്റുകളിലും SP-മാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ വിന്യാസം. മകരജ്യോതി ദർശനത്തിന് ഭക്തർ കൂടുതലായി എത്തുന്ന പുല്ലുമേട്ടിലും പാണ്ടിത്താവളത്തും എറണാകുളം റേഞ്ച് DIG A ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച രാസവസ്തു കലർത്തിയ പാൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. പന്തളത്തെ അഗ്രി സോഫ്റ്റ് ഡയറി ഫാമിലേക്ക് കൊണ്ടുവന്ന പാലാണ് ക്ഷീരവികസന വകുപ്പ് പിടിച്ചെടുത്തത്. പാലിൽ മായം ചേർക്കുന്നത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂസ് 18 പറഞ്ഞു. ഡൽഹി ഓട്ടോ എക്സ്പോയ്ക്ക് തുടക്കം. വാഹനപ്രേമികൾ കാത്തിരുന്ന നിരവധി വാഹനങ്ങളും കോൺസെപ്റ്റുകളും മേളയിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ലക്ഷ്മി സി പിള്ളയുടെ റിപ്പോർട്ടിലേക്ക്. 16ാമത്തെ ഓട്ടോ എക്സ്പോ 2023-ൽ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ആദ്യ ദിവസത്തിൽ തന്നെ അവരുടെ വാഹനങ്ങൾ ലോഞ്ച് ചെയ്തു. മാരുതി സുസുക്കി, മോറിസ് ഗ്യാരേജസ്, കിയ മോട്ടോഴ്സ്, BYD, ഹ്യുണ്ടായി എന്നിവരൊക്കെ തന്നെയും അവരുടെ വാഹനങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ ലോഞ്ചാണ്. ഈ വാഹന ബ്രാൻഡുകളെല്ലാം തന്നെ ഇലക്ട്രിക് കോൺസെപ്റ്റ് വാഹനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കേരളത്തിനു വേണ്ടി ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ മാർട്ടിൽ നിന്നും ബിനു ബേസിലിനൊപ്പം ലക്ഷ്മി സി പിള്ളൈ.